തൊപ്പിയുടെ ചാനൽ പൂട്ടിപ്പോയി എന്നത് സത്യത്തിൽ ആശ്വാസം നൽകുന്നത് ഒരുപാട് മാതാപിതാക്കൾക്കാണ്. സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കേസിലാണ് തൊപ്പി എന്ന് പേരിൽ അറിയപ്പെടുന്ന നിഹാദിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ ചാനൽ പൂട്ടണമെന്ന് മുൻപേ മുറവിളി കൂട്ടിയിരുന്ന ഒരുപാട് മാതാപിതാക്കൾ, ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഗെയിമിംഗ്, ലൈവ് സ്ട്രീമിംഗിലൂടെ തൊപ്പിയും സംഘവും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കിടയിലാണ് സ്വാധീനം ചെലുത്തിയിരുന്നത്. തുടക്കം മുതൽ ഇവർ ഉപയോഗിച്ചിരുന്ന വളരെ അശ്ലീലം കലർന്ന ഭാഷ അത് കടുത്ത വിമർശനമാണ് ഏറ്റുവാങ്ങിയിരുന്നത്. എന്നാൽ സമൂഹ മാധ്യമത്തിലൂടെ വലിയൊരു വിഭാഗം ഇവരുടെ ഫോളോവേഴ്സായി മാറി. നിലവിൽ പോലീസ് തൊപ്പിക്കും സംഘത്തിനുമെതിരെ കേസെടുത്തു. അന്വേഷണം നടത്തി യൂട്യൂബിന് നിർദ്ദേശം നൽകി ചാനൽ പിൻവലിക്കാൻ. യൂട്യൂബ് അത് നടപ്പിലാക്കി. തൊപ്പിയുടെ അശ്ലീല ചാനൽ പൂട്ടിപ്പോയി. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ഈ നടപടി. തൊപ്പിയും സംഘവും പോക്സോ, സാമൂഹിക മാധ്യമങ്ങളിലൂടെ അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, സൈബർ കുറ്റകൃത്യം, മാനസിക ശാരീരിക പീഡനം തുടങ്ങിയവ നടത്തുന്നു എന്ന് കാണിച്ചായിരുന്നു പരാതി. ഇവർക്ക് സ്കൂൾ, ടീനേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. ഇത്തരക്കാരുടെ ഇടയിലേക്കാണ് തൊപ്പിയുടെ തെറ്റായ വീഡിയോകളും സന്ദേശങ്ങളും എത്തുന്നത് എന്നും വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്നതാണ് സംഘത്തിന്റെ ഓൺലൈൻ ഉള്ളടക്കങ്ങളെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കുട്ടികൾക്കിടയിലേക്ക് അശ്ലീല ദൃശ്യങ്ങൾ എത്തുന്നു. പെൺകുട്ടികളെയും സ്ത്രീകളെയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതായും പരാതിയിൽ പറയുന്നു. തുടർന്ന് പോലീസിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് യൂട്യൂബ് ചാനൽ നീക്കം ചെയ്യപ്പെടുന്നത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് തൊപ്പിക്കെതിരെ മുൻപും കേസുണ്ടായിരുന്നു. തൊപ്പി എന്ന നിഹാദിന്റെ മുറി റെയ്ഡ് ചെയ്യുന്നതടക്കമുള്ള വാർത്തകൾ അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ കൗമാരക്കാർക്കിടയിൽ ഒരുപാട് സ്വീകാര്യത ഉണ്ടാക്കിയ തൊപ്പിയും സംഘവും യഥാർത്ഥത്തിൽ എന്താണ് എന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പരസ്പരം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ചെളിവാരി ഏറുകളിൽ നിന്നും വ്യക്തമായിരുന്നു. സോഷ്യൽ മീഡിയ ഗെയിമിങ്ങിലൂടെ ഇവർക്ക് ലഭ്യമായിരുന്ന പണം അത് പങ്കുവെക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കമാണ് പരസ്പരം രണ്ട് ചേരികളായി സോഷ്യൽ മീഡിയയിലൂടെ എതിർചേരിയുടെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന നിലയിലേക്ക് എത്തിയത്. തൊപ്പിക്കെതിരെ ആരോപണങ്ങളുമായി ഇയാളുടെ തന്നെ സംഘത്തിലെ അംഗങ്ങളായിരുന്ന ഷമീറും മമ്മുവുമാണ് ആദ്യം രംഗത്തെത്തിയത്. ലഹരി ഉപയോഗം, ലൈംഗിക ചൂഷണം, അധിക്ഷേപ പരാമർശങ്ങൾ ഇവയുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ആരോപിച്ചത്. ഷമീറും മമ്മുവും ഒരു ഭാഗത്തും തൊപ്പി എന്ന നിഹാദ് മറുഭാഗത്തുമായി യൂട്യൂബ് വീഡിയോകളിലൂടെ നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഷമീറിന്റെയും മമ്മുവിന്റെയും നഗ്ന ദൃശ്യങ്ങൾ അടക്കം തൊപ്പി പുറത്തുവിട്ടപ്പോൾ ഇൻഫ്ലുവൻസർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തൊപ്പി നടത്തിയ ലൈംഗിക ചുവയുള്ള പരാമർശമടങ്ങിയ ശബ്ദരേഖയാണ് മറുവിഭാഗം പുറത്തുവിട്ടത്. ഏതായാലും പരസ്പരമുള്ള വിഴിപ്പലക്ക് പൊതുസമൂഹത്തിലേക്കെത്തി. പരാതിയായി പോലീസ് അന്വേഷിച്ചു. പൂട്ടിപ്പോയി.